അങ്ങനെ ബിഗ് ബോസ് മലയാളത്തില് ഇതാ വീക്കിലി ടാസ്ക് വന്നിരിക്കുകയാണ്. സമാധാനമായല്ലേ. കഴിഞ്ഞ സീസണിൽ വീക്കിലി ടാസ്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പക്ഷെ വീക്കിലി ടാസ്ക് ഇല്ലാത്ത എന്ത് ബിഗ് ബോസ് എന്നൊക്കെയാണ് കരുതി. അപ്പൊ ഞാനും കരുതി ഈ ആഴ്ച ഈ ബിഗ് ബോസ് സീസൺ കരുതി ഞാൻ ഈ സീസൺ വീക്കിലി ടാസ്ക് ഇല്ലേ എന്ന് ഇങ്ങനെ വിചാരിച്ചു വന്നപ്പോഴാണ് ഇതാ നമുക്ക് വീക്കിലി ടാസ്ക് വന്നിരിക്കുന്നു. സമാധാനമായി. വീക്കിലി ടാസ്ക് എന്താണെന്ന് അറിയോ? ഭാഗ്യത്തിന്റെ പണപ്പെട്ടി എന്നാണ് വീക്കിലി ടാസ്കിന്റെ നിയമം. അപ്പോൾ വേറൊന്നുമല്ല, ഇതൊരു കോയിനാണ്. ഒരു ബോക്സിന്റെ അകത്ത് കുറച്ച് കോയിൻ ഉണ്ടാവും. അതില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോയിൻസ് ഉണ്ടാവും. അതിൽ ബ്ലാക്ക് കിട്ടുന്നത് ബ്ലാക്കും റെഡും ഉണ്ട്. പിന്നെ വേറൊരു കളറും കൂടി ഉണ്ട്. ആ കളർ എനിക്ക് ഓർമ്മയില്ല, ഞാൻ പെട്ടെന്ന് എഴുതിയതുകൊണ്ട് അതിന് കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ഈ ബസർ അടിക്കുന്ന സമയത്ത് ഈ ഒരു വട്ടത്തിന്റെ നടുക്കായിട്ടാണ്, വലിയ വട്ടത്തിന്റെ നടുക്കായിട്ടാണ് ഈ ബോക്സ് ഉള്ളത്. അപ്പൊ ഇതിന് ചുറ്റും നിൽക്കണം. ബസർ അടിക്കുമ്പോൾ പോയി എടുക്കണം. എന്നിട്ട് ഓരോ കോയിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. ചിലപ്പോൾ ബ്ലാക്കിന് സ്പെഷ്യാലിറ്റി ഉണ്ടാവാം, ചിലപ്പോൾ പണിയായിരിക്കാം. ഗോൾഡൻ, സോറി, റെഡും ഗോൾഡനും ഉണ്ട് കേട്ടോ. ഗോൾഡൻ ആയി കിട്ടി ഗോൾഡൻ കോയിനും കൂടി ഉണ്ട്. അപ്പൊ ഈ ഗോൾഡൻ കിട്ടുന്നതിന്റെ സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം അത് നമ്മുടെ ഈ സീസണിലെ ഫസ്റ്റത്തെ വീക്കിലി ടാസ്ക് ആണ്. ലൈവ് അപ്ഡേറ്റ് ആണ്, ശ്രദ്ധിച്ചോളാം കേട്ടോ. അപ്പൊ ഭാഗ്യത്തിന് പണപ്പെട്ടി. അപ്പോ ഇത് നെവിനാണ് നമ്മുടെ ഇവിടെ പോകുന്നത്. കൺഫെഷൻ റൂമിൽ പോയിട്ട് ഇത് ബുക്ക് എടുത്തോണ്ട് വരുന്നത്. എന്നിട്ട് പിന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. വേറൊന്നുമല്ല, ഈ നമ്മൾ പറഞ്ഞ സംഭവം തന്നെയാണ്. ചുറ്റിന് നിൽക്കുക, നടുക്ക് ഒരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിന്റെ അകത്ത് കുറച്ച് കോയിൻസ് ഉണ്ടാവും. സ്പെഷ്യാലിറ്റികൾ നിറഞ്ഞ കുറച്ച് കോയിൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഭാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ നിർഭാഗ്യമായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ആ കോയിനിൽ എന്തെങ്കിലും കാണും. അങ്ങനെ അതാണ് സംഭവം. അപ്പൊ എല്ലാവരും ഈ വട്ടത്തിന് ചുറ്റും വന്നിരിക്കുകയാണ്, നിൽക്കുകയാണ്. എന്താണ്, മറ്റേ ആദിലയും നൂറയും അവർ രണ്ടുപേരും കൈ കെട്ടാൻ ഒരു കയറ് തരും. കാരണം അവർ രണ്ടുപേരാണല്ലോ. അതുകൊണ്ട് അവർ ഒരു കണ്ടസ്റ്റന്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബസർ അടിക്കുന്നു. എല്ലാവരും അങ്ങ് ഓടിപ്പോയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു ബസർ അടിക്കുന്നു. കാരണം കുറച്ച് നിമിഷം നമുക്ക് തരുന്നുള്ളൂ. കൂടി പോയി 10 സെക്കൻഡ്സ്. അതിനുള്ളിൽ തന്നെ ബസർ 10 സെക്കൻഡ് ഇല്ലാന്ന് തോന്നുന്നു, അതിന് കുറവായിരിക്കും. ബസർ പെട്ടെന്ന് അടിച്ചപ്പോൾ തന്നെ തീരുന്നു. അപ്പോഴത്തേക്കും കുറച്ച് പേരൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടേ. കുറച്ച് പേര് അവിടെ തന്നെ നിന്നിട്ട് തപ്പുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് പറയാണ് ലിവിംഗ് ഏരിയയിലേക്ക് വന്ന് നിൽക്കും എന്ന് പറഞ്ഞു. ലിവിംഗ് റൂമിലേക്ക് വരും എന്ന് വിളിക്കുന്നു. എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു. അപ്പൊ എല്ലാവരും അവിടെ എത്തുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയാണ് നിങ്ങൾക്ക് എത്രയൊക്കെ കോയിൻ കിട്ടി അത് വന്ന് പറയുക എന്ന് പറഞ്ഞു. അപ്പൊ അനീഷിന് ഒന്നും കിട്ടിയില്ല. അനീഷിനൊന്നും കിട്ടിയില്ല. ഒനീലിനൊന്നും കിട്ടിയില്ല. അഭിശ്രീക്ക് ഒരു ബ്ലാക്ക് കോയിൻ കിട്ട. അഭിശ്രീ എന്ന് വെച്ചാൽ അഭിലാഷിന് ഒരു ബ്ലാക്ക് കോയിൻ കിട്ടി. രഞ്ജിത്തിന് ഒന്നും കിട്ടിയില്ല. അപ്പാനി ശരത്തിന് ഒന്നും കിട്ടിയില്ല. ഷാനവാസിനും ഒന്നും കിട്ടിയില്ല. നെവിനും ഒന്നും കിട്ടിയില്ല. ശൈത്യക്ക് ഒന്നും കിട്ടിയില്ല. അനുമോളിനും ഒന്നും കിട്ടിയില്ല. അതുപോലെ ഷാരികക്ക് ഒന്നും കിട്ടിയില്ല. ഷാരിക അല്ലല്ലോ, ഷാരികക്ക് ഒന്നും കിട്ടിയില്ല. രണക്ക് ഒരു ബ്ലാക്ക് കോയിൻ കിട്ടി. ബിന്നിക്ക് ഒന്നും കിട്ടി. ബിൻസിക്ക് ഒന്നും കിട്ടിയില്ല. ബിന്നി സെബാസ്റ്റ്യന് 5 റെഡ് കോയിൻ കിട്ടുന്നു. ആര്യന് 3 റെഡ് കോയിൻ കിട്ടുന്നു. ജിസേലിന് 2 റെഡ് കോയിൻ കിട്ടുന്നു. സരികക്ക് ഒന്നും കിട്ടുന്നില്ല. അക്ബർ ഖാനിന് 4 റെഡും 1 ഗോൾഡും കിട്ടുന്നു. പിന്നെ ആദിലനൂറക്കും രേണുസുതിക്കും ഒന്നും കിട്ടുന്നില്ല. അപ്പൊ എന്താണ്, അഭിലാഷിനും കിട്ടുന്നു, രണക്ക് കിട്ടുന്നു, ബിന്നി സെബാസ്റ്റിന് കിട്ടുന്നു, ആര്യന് കിട്ടുന്നു, അക്ബറിന് കിട്ടുന്നു, ജിസേലിന് കിട്ടുന്നു. ഈ 6 പേർക്കാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, പോവാണ് അടുത്ത ടാസ്കിനാണ് തയ്യാറായിട്ട് നിൽക്കുകയാണ്. തയ്യാറായിട്ടുമ്പോ ബിഗ് ബോസ് പറയാണ് നിങ്ങൾക്ക് കിട്ടാത്തവര് ഇനി കളിക്കേണ്ടത്, കിട്ടിയവര് കളിക്കണ്ട എന്ന് വെച്ചാല് ഈ കോയിൻ കിട്ടിയ ആൾക്കാർ ഇനി കളിക്കണ്ട. പക്ഷെ ഇത് കോയിൻ കിട്ടാത്തവര് കളിക്കണം. ബോക്സിലാകെ 2 കോയിൻ മാത്രമേ ഉള്ളൂ. ബോക്സിൽ ഇനി 2 കോയിൻ മാത്രമേ ഉള്ളൂ. അത് ആരാണ് എടുക്കുന്നത് അവരങ്ങ് എടുക്കും. ഇല്ലെങ്കിൽ ഈ കോയിൻ ഒന്നും കിട്ടാത്തവര് ഈ ജയിൽ നോമിനേഷനിൽ പോകും. എന്ന് വെച്ചാല് ഇപ്പൊ കോയിൻ കിട്ടാത്ത ആൾക്കാർ ആരൊക്കെയെന്ന് വെച്ചാൽ അനീഷ്, ഒനീല്, രഞ്ജിത്ത്, അപ്പാനി, ഷാനവാസ്, നെവിൻ, ശൈത്യ, അനുമോള്, ഷാരിക, ബിൻസി, ആദിലാനോറ, പിന്നെ രേണു, പിന്നെ സരിക. ഇത്രയും പേരാണ് ഉള്ളത് കിട്ടാത്തവർ, കോയിൻ കിട്ടാത്തവർ. ഇനി ഇവര് വേണം കളിക്കാൻ.
ഇനി ഇതിന്നും നിങ്ങൾ ഒന്നും എടുത്തില്ലേ, 2 കോയിനുള്ളൂ, അത് എന്തായാലും ഒന്നെങ്കിൽ ഒരാള് 2 കോയിൻ എടുക്കും, അല്ലെങ്കിൽ 2 പേര് 2 കോയിൻ വെച്ച് എടുക്കും. ഈ ബാക്കിയുള്ളവര് ഇപ്പൊ കോയിൻസ് കിട്ടാത്തവര് ജയിൽ നോമിനേഷനിലേക്ക് വരും. അത് ഞാൻ പറയാം, ഈ ടാസ്ക് കഴിയട്ടെ കേട്ടോ, അത് കഴിഞ്ഞ് ഞാൻ പറയാം. രണ്ടാമത്തെ ചാൻസ് കൊടുക്കുകയാണ്. എന്താണ്, ബാക്കി കോയിൻ കിട്ടാത്ത ആൾക്കാരെല്ലാരും ഗാർഡൻ ഏരിയയിലേക്ക് പോകാൻ പറയുന്നു. എല്ലാരും അവിടെ പോകുന്നു. രണ്ടാമത്തെ ടാസ്കില് കിട്ടിയില്ലെങ്കിൽ ജയിൽ നോമിനേഷൻ ആണെന്ന് പറയുന്നു. അങ്ങനെ എല്ലാരും ചുറ്റിനും വന്ന് നിൽക്കുകയാണ്. ബോക്സിലാക്കി 2 കോയിനുള്ളൂ, ശ്രദ്ധിക്കണം. അതിനുശേഷം ബസർ അടിക്കുന്നു. ഒരു 8 സെക്കൻഡ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ ബസർ വീണ്ടും അടിക്കുന്നു. കളി തീരുന്നു. പിന്നെ എല്ലാവരും ലിവിങ് ഏരിയയിലേക്ക് വരാൻ പറയുന്നു. വീണ്ടും ലിവിങ് ഏരിയയിലേക്ക് വരാൻ പറയുന്നു. കോയിൻ കിട്ടിയവർ ഒരു വശത്തും കോയിൻ കിട്ടാത്തവർ മറ്റൊരു വശത്തായിട്ട് നിൽക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടാസ്കിൽ വന്നവര് വേറൊരു വശത്ത് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഷാനവാസിനും അനീഷിനും കിട്ടുന്നു. ഷാനവാസിന് ഒരു റെഡ് കോയിൻ കിട്ടുന്നു, അനീഷിന് ഒരു ബ്ലാക്ക് കോയിൻ കിട്ടുന്നു. അങ്ങനെ ഷാനവാസിനും അനീഷിനും ഈ കോയിൻസ് കിട്ടുന്നു. ഈ കോയിൻസ് കിട്ടാത്ത ബാക്കി ആൾക്കാരിൽ നിന്ന് വേണം ഇവര് ബാക്കിയുള്ളവര് ഞാൻ പറയാം, ഇപ്പൊ കോയിൻ കിട്ടാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, ഈ കോയിൻ കിട്ടാത്ത ആൾക്കാരിൽ നിന്ന് വേണം ജയിൽ നോമിനേഷനിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചിലപ്പോൾ 2 പേരായിരിക്കാം, അറിയില്ല, ചിലപ്പോൾ 2, 3, 4 ആവാൻ ചാൻസ് ഉണ്ട്, അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇതായിരുന്നു ടാസ്ക്. അപ്പോൾ വീക്കിലി ടാസ്ക് കുറച്ച് കൊള്ളാം. ഫസ്റ്റ് വീക്കല്ലേ, ഫസ്റ്റ് വീക്കിന് കൊടുക്കാൻ പറ്റിയ ഒരു വീക്കിലി ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നി. അടിപൊളി സംഭവമാണ്. പിന്നെ ഇനിയും ഇവർക്ക് കിട്ടാത്തവരൊക്കെ, പിന്നെ ഈ കിട്ടാത്ത ആൾക്കാർ ഇനി ഒരിക്കലും കളിക്കില്ല. കിട്ടാത്ത ആൾക്കാര് ടാസ്കിൽ നിന്ന് ഡയറക്റ്റ്ലി ഔട്ടായിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവർ ഡയറക്റ്റ്ലി ഔട്ടാവും. അതാണ് പറയുന്നത്. ഈ കിട്ടിയ ആൾക്കാർ വേണം വീണ്ടും കളിക്കാൻ. കിട്ടിയ ആൾക്കാർ വീണ്ടും ടാസ്ക് കളിക്കണം. പക്ഷെ ഞാൻ പറയുന്നത് കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടി കൊടുക്കാനെന്ന് പറയുന്നത്. കിട്ടിയ ആൾക്കാർ കളിച്ചോട്ടെ, കൂട്ടത്തിൽ കിട്ടാത്തവരും കളിക്കണമെന്നായിരുന്നു. പിന്നെ അറിയില്ല, ജയിൽ നോമിനേഷനിൽ ഇത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അറിയില്ല. അപ്പൊ കിട്ടാത്തവര് ഇനി ടാസ്ക് കളിക്കില്ല, കിട്ടിയവരായിരിക്കും ഇനി ടാസ്ക് കളിക്കുന്നത്. ഇനി ഗോൾഡ് കിട്ടിയത് നമ്മുടെ ആർക്കാണ്? അക്ബറിനാണ് ഗോൾഡ് കോയിൻ കിട്ടുന്നത്. ഈ ഗോൾഡ് കോയിൻ ഒരു പ്രത്യേകത ഉണ്ട്, അടുത്ത ആഴ്ചത്തേക്ക് ഡയറക്റ്റ്ലി നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാരും ഇങ്ങനെ പേടിച്ചിരിക്കുവോ, നോമിനേറ്റ് ഡയറക്റ്റ്ലി ആക്കാൻ പോകുന്നു എല്ലാവരും വിചാരിക്കുകയാണെ. അപ്പൊ അക്ബർ ഇങ്ങനെ ശരി നിൽക്കുമ്പോഴാണ് വേറൊരു ട്വിസ്റ്റ് വരുന്നത്. വേറെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല്, രണ്ടാമത് കൊടുക്കുന്ന ടാസ്കില് അക്ബർ പറയുന്ന ഒരാള്, ഇപ്പൊ അക്ബർ ഒരാളുടെ പേര് പറയുന്നു, ആ ആള് ഗോൾഡ് കോയിൻ എടുക്കണം. ഒരു ഗോൾഡ് കോയിൻ എടുക്കണം, എങ്കിൽ മാത്രമാണ് അക്ബറിനെ ഈ ഒരു പവർ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? എന്ന് വെച്ചാല് അക്ബർ ഒരാളെ തിരഞ്ഞെടുക്കണം. ആര്? കളിക്കാൻ പോകുന്നതിൽ ഒരാളെ തിരഞ്ഞെടുത്തതിന് ശേഷം ആ ആള് ഗോൾഡ് കോയിൻ എടുത്താൽ മാത്രമാണ് ഇവർക്ക് ഈ പവർ കിട്ടത്തുള്ളൂ. അതാണ് സംഭവം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ അക്ബർ ആണെങ്കിൽ ആര്യനെ തിരഞ്ഞെടുക്കുന്നു. ആര്യൻ ഭയങ്കര സ്പീഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കുന്നു. അപ്പൊ ഇത്ര ഞാൻ കണ്ടുള്ളൂ. ഇനി പോയി കാണണം. ഇനി ബാക്കി ടാസ്ക് ഇന്ന് ഉണ്ടാകുമെന്ന് അറിയില്ല, ചിലപ്പോൾ നാളെ ആകാൻ ചാൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പോ ഇനി ഇന്ന് ബുധനാഴ്ചയാണ് സാധാരണ, ചൊവ്വാഴ്ചയാണ് സാധാരണ ടാസ്ക് തുടങ്ങുന്നത്. ഇനി ചിലപ്പോൾ ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട് വേറെ ടാസ്കുകളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ആയിരിക്കും ചെയ്യാത്തത്. അപ്പൊ വീക്കിലി ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഫസ്റ്റ് വീക്കിൽ കൊടുക്കാൻ പറ്റിയ ടാസ്ക് തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് വീക്കിൽ തന്നെ എടുക്കാൻ പറ്റിയ ടാസ്ക് ആണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇനി അടുത്ത കളി എങ്ങനെയാണെന്ന് വെച്ചാല് ബോക്സിന്റെ അകത്തിരിക്കുന്ന കോയിൻസ് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് നന്നായിട്ട് തോന്നി. കാരണം ഇത് ക്ലോസ്ഡ് ആയിരുന്നു, ബോക്സ് കൈ ഇട്ടെടുക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് നന്നായെന്ന് തോന്നി. അപ്പോൾ ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ അതുവരെയും ബൈ.